അലങ്കാര ചെടികളും അവയുടെ പൂക്കളും തൈകളും വിപണനം ചെയ്ത് മികച്ച ആദായം കണ്ടെത്തുകയാണ് പെരുമ്പാവൂർ തുരുത്തിയിൽ സോന ഷെല്ലി. 22 വർഷം മുൻപാണ് ബാംബു ജിഞ്ചറും സിഗാർ ജിഞ്ചറും റെഡ് ജിഞ്ചറും ഓർക്കിഡുമെല്ലാം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയത്. പിന്നീട് അലങ്കാര ഇഞ്ചി ഇനങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിംഗിൽ ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ സോന അവയുടെ എല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പാതി തണലത്തും വെയിലത്തുമെല്ലാം അലങ്കാര ഇഞ്ചി നന്നായി വളർന്നു പൂവിടും. പുഷ്പാലങ്കാര വിദഗ്ധയായ സോന ഇവയുടെ പൂക്കൾ വിപണനം ചെയ്യുന്നതോടൊപ്പം പുഷ്പാലങ്കാരത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഇനി കാർഷിക ജീവനത്തിൽ നാം പരിചയപ്പെടുന്നത് സോന ഷെല്ലിയെയാണ്. നമുക്ക് സോനയുടെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. ആദ്യമായി താങ്കളെ ഒന്ന് പരിചയപ്പെടുത്താമോ? എങ്ങനെയാണ് ഈ ഒരു അലങ്കാര ചെടി കൃഷി ഇങ്ങനെയൊരു മേഖലയിലേക്ക് കടന്നു വന്നത്? തൃശൂർ ജില്ലയുടെ കാർഷിക ഗ്രാമമായ മാമ്പ്രയിലാണ് ജനിച്ചത്. വിവാഹത്തിന് ശേഷം ഇപ്പോൾ പെരുമ്പാവൂരിലാണ് താമസിക്കുന്നത്. ഞാനൊരു കർഷക കുടുംബത്തിലെ അംഗമാണ്. കൃഷിയോട് ചെറുപ്പത്തിലേ താല്പര്യം ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് കൃഷിയിലേക്ക് കടന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ഹെലിക്കോണിയ വെറൈറ്റികളാണ് ആദ്യം കൃഷി ചെയ്തത്. നാട്ടിലെല്ലാവരും വാഴ ചെടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആ ചെടികളിലൂടെ ഞാൻ വരുമാനം കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ജിഞ്ചർ വെറൈറ്റികളായ ടോർ ജിഞ്ചർ, ജിഞ്ചർ ലില്ലി, ബാംബു ജിഞ്ചർ, സിഗാർ ജിഞ്ചർ എന്നീ ചെടികളുടെ കൃഷി കൂടി ആരംഭിച്ചു. പരിചരണം വളരെ കുറവ് വേണ്ടുന്ന ചെടികളാണ് ഇതെല്ലാം. എന്നാൽ ഈ വർഷം ഞാൻ ഓർക്കിഡ് കൃഷി കൂടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഹെലിക്കോണിയ ജിഞ്ചർ ചെടികളുടെ പരിചരണത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ചെടികളാണ് ഓർക്കിഡ് ചെടികൾ. അതുകൊണ്ട് അതിന്റെ പരിചരണം ഇതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് മാത്രം. എന്നാലും നമ്മൾ ചെടികളെ സ്നേഹിച്ചാൽ ഇതെല്ലാം എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റാൽ ചെടികളെയും പൂക്കളെയും പോയി നോക്കാറുണ്ട്. അതൊരു പ്രത്യേക സുഖമുള്ള കാര്യമാണ്. രാവിലെയാണ് ഞാൻ നനയ്ക്കാറുള്ളത്. സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കുന്നത്. അരമണിക്കൂർ കൊണ്ട് നനയെല്ലാം കഴിയും. ഓർക്കിഡ് ചെടിക്ക് 5 ദിവസം ഇടവേളയിൽ വളങ്ങൾ ചെയ്യാറുണ്ട്. ഈ ചെടികളുടെ വിത്തുകൾ, തൈകൾ ഇവയെല്ലാം എവിടെ നിന്നുമാണ് താങ്കൾക്ക് ലഭിക്കുന്നത്? ചെടികളുടെ വിത്തുകൾ പുഷ്പകൃഷിയിൽ നല്ലൊരു വിജയം കൈവരിച്ച എൻ്റെ സുഹൃത്ത് കൂടിയായ മിനിയുടെ കയ്യിൽ നിന്നും കുറച്ച് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവയുടെ തൈകൾക്ക് വെറൈറ്റി അനുസരിച്ച് വിലയിൽ വ്യത്യാസങ്ങളുണ്ട്. റെയർ വെറൈറ്റികൾക്ക് വില കൂടുതലായിരിക്കും. ഇനി ഇതിന്റെ കൃഷി രീതികളൊക്കെ ഒന്ന് വിവരിക്കാമോ? ഈ ചെടികൾ മണ്ണിലാണ് നടുന്നത്. മണ്ണിൽ കുഴിയെടുത്താണ് ഈ ചെടികൾ നടുന്നത്. ആദ്യത്തെ നാളുകളിൽ കളകൾ വളരെ കൂടുതലായിരിക്കും. ആദ്യം കൃഷി ചെയ്ത ചെടികളുടെ പൂക്കൾ വിപണനം ചെയ്ത് ലഭിച്ച പൈസ കൊണ്ടാണ് പുതിയ വെറൈറ്റികളൊക്കെ വാങ്ങിയത്. ഹെലിക്കോണിയ ജിഞ്ചർ വെറൈറ്റികൾക്ക് പരിചരണം വളരെ കുറവ് മതി. പക്ഷേ നന്നായി കൊടുക്കണം. ആഴ്ചയിൽ 3-4 ദിവസം നന്നായി നനയ്ക്കണം. പ്രത്യേകിച്ച് ജിഞ്ചർ വെറൈറ്റികൾ. എന്തെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? ജൈവവളങ്ങളാണ് ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊരു ഇടവിള കൃഷിയായിട്ടാണ് ചെയ്യുന്നത്. തേക്കിന്റെയും തെങ്ങിന്റെയും ഇടവിളയായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. സെമി ഷെയ്ഡിലാണ് എല്ലാ ചെടികളും നിൽക്കുന്നത്. വെയില് വളരെ കൂടുതൽ അത്ര നല്ലതല്ല. ഒരു സെമി ഷെയ്ഡിലാണ് ഈ ചെടികളെല്ലാം നന്നായി വളർന്ന് കാണുന്നത്. താങ്കളിപ്പോൾ 22 വർഷമായി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട് എന്ന് പറഞ്ഞു. താങ്കളുടെ ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എന്തെല്ലാം കീടങ്ങളുടെ ആക്രമണമാണ് ഈ ഒരു അലങ്കാര ചെടി കൃഷിയിൽ താങ്കൾ കണ്ടിട്ടുള്ളത്? അതുപോലെ തന്നെ അവയെ നിയന്ത്രിക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം? കീടങ്ങളെ ഈ കൃഷിയിൽ അധികം കണ്ടിട്ടില്ല. 22 വർഷത്തെ ഒരു എക്സ്പീരിയൻസിലും അധികം ഞാൻ മരുന്നുകൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയാം. ആ സമയം ഓർക്കിഡ് കൃഷിയിൽ നമ്മൾ കൃത്യമായ പരിചരണം കൊടുത്തില്ലെങ്കിൽ അതിന്റെ വളർച്ചയെ അത് ബാധിക്കും. ഓർക്കിഡ് ഞാൻ എല്ലാ 5 ദിവസം കൂടുമ്പോഴും ഫംഗിസൈഡും വളങ്ങളും കൃത്യമായി ചെയ്യാറുണ്ട്. നമ്മുടെ ഹെലിക്കോണിയ ജിഞ്ചർ വെറൈറ്റികൾക്ക് ഇത്രയും നാളായിട്ട് കേടുകളൊന്നും കണ്ടിട്ടില്ല. കാലാവസ്ഥയുടെ മാറ്റം താങ്കളുടെ കൃഷിയെ ബാധിച്ചിട്ടുണ്ടോ? കാലാവസ്ഥയുടെ മാറ്റം കൃഷിയെ ചെറിയ രീതിയിൽ ഈ വർഷം ബാധിച്ചിട്ടുണ്ട്. മഴ കൂടുതലായത് കാരണം ഈ വർഷം പൂക്കൾ ഉണ്ടാകാൻ താമസം നേരിട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ വിപണന രീതികളൊക്കെ എങ്ങനെയാണെന്നൊന്ന് വിവരിക്കാമോ? വിപണന രീതിയിൽ പ്രാദേശിക വിപണിയോടൊപ്പം
നോർത്ത് ഇന്ത്യൻ വിപണി കൂടി ആശ്രയിക്കാറുണ്ട്. പൂക്കൾക്ക് ആവശ്യക്കാർ കൂടുതലാണ്. പക്ഷേ നമുക്ക് അവർ ആവശ്യപ്പെടുന്ന അത്ര പൂക്കൾ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. പൂക്കൾ വിപണനം ചെയ്യുന്നതോടൊപ്പം പുഷ്പാലങ്കാരം കൂടെ ചെയ്യാറുണ്ട്. പൂക്കളുടെ വിപണനത്തേക്കാൾ മികച്ച വരുമാനവും സാധ്യതയും പുഷ്പാലങ്കാരത്തിനുണ്ട്. നമ്മുടെ കഴിവുകളെ കൂടുതൽ മികവുറ്റതാക്കാൻ പുഷ്പാലങ്കാരത്തിന് കഴിയും. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ തോട്ടത്തിലെ പൂക്കൾ തന്നെയാണ്. അതിൻ്റെ കൂടെ പുറത്തുനിന്ന് കുറച്ച് ഫ്ലവേഴ്സും കൂടെ വാങ്ങാറുണ്ട്. ഈ കൃഷിയോടൊപ്പം ഞാൻ ഇലകൃഷി, അതായത് കട്ട് ലീഫിന്റെ കൃഷി കൂടെ ചെയ്യുന്നുണ്ട്. പുഷ്പാലങ്കാരത്തിന് കൂടെ ഉപയോഗിക്കുന്ന ഇലകൾ നമ്മുടെ തോട്ടത്തിൽ നിന്നാണ്. അതൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല. കൃഷി ചെയ്യാനുള്ള പ്രചോദനം എവിടെ നിന്നുമാണ് ലഭിച്ചത്? അതുപോലെ തന്നെ വീട്ടുകാരുടെ പിന്തുണയെ കുറിച്ചിട്ട്. കൃഷിയിൽ എനിക്ക് മാതൃകയായിട്ടുള്ളത് എൻ്റെ പപ്പയും മമ്മിയുമാണ്. 87ഉം 83ഉം വയസ്സുള്ള അവരിപ്പോഴും കൃഷിയെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അവരുടെ പ്രായത്തിനനുസരിച്ച് ഇപ്പോഴും അവർ കൃഷി ചെയ്യുന്നു. എനിക്ക് എന്ത് സംശയം വന്നാലും ആദ്യം ചോദിക്കുന്നത് അവരോടാണ്. അവരാണ് എൻ്റെ ഊർജവും. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ഷെല്ലി വർഗീസ്. അദ്ദേഹത്തിന്റെ ഒരു പിന്തുണയുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ പുഷ്പകൃഷിയിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. അതുപോലെ എൻ്റെ കുടുംബത്തിന്റെ പിന്തുണ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനും സാധിക്കുന്നത്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത മകൻ എൽദോ ഷെല്ലി, മകൻ വിവാഹം കഴിച്ച് വന്ന മകൾ സോന. എൻ്റെ പേര് തന്നെയാണ് അവൾക്ക്. മോള് വന്നതിന് ശേഷമാണ് പുഷ്പകൃഷിയിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്ക് വന്നത്. അവൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അവൾ നന്നായിട്ട് ഫ്ലവർ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരു വർക്ക് വന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇളയ മകൻ അശ്വിൻ ഷെല്ലി, അവൻ സ്കൂൾ തലങ്ങളിലൊക്കെ ഫ്ലവർ അറേഞ്ച്മെന്റിന്റെ കോമ്പറ്റീഷൻ വരുമ്പോൾ പങ്കെടുക്കാറുണ്ട്, സമ്മാനങ്ങളൊക്കെ നേടാറുണ്ട്. അവന് ഈ ഒരു മേഖലയിൽ താല്പര്യമുള്ള ഒരാളാണ്. പുഷ്പാലങ്കാരത്തിൽ എനിക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നിട്ടുള്ളത് എൻ്റെ 2 അനിയത്തിമാരാണ്. ഒരാൾ പൊന്നി, ഒരാൾ ജീവൻ. ഒരാൾ ദുബായിലും ഒരാൾ യുഎസിലുമാണ്. അതോടൊപ്പം എൻ്റെ കുഞ്ഞനിയനുണ്ട് ഷിനോ. അവനിപ്പോൾ യുകെയിലാണ്. ഇവരുടെ ഒരു പ്രോത്സാഹനം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കൃഷി വകുപ്പിന്റെ പിന്തുണയെ കുറിച്ചിട്ട്. കൃഷി വകുപ്പിന്റെ നല്ല പിന്തുണയുണ്ട്. ഇപ്പോഴത്തെ ഞങ്ങളുടെ കൃഷി ഓഫീസർ നല്ല ഒരു പ്രോത്സാഹനമാണ് നൽകാറുള്ളത്. എന്ത് സംശയങ്ങൾ ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതായത് ഇപ്പോഴത്തെ പുതിയ കൃഷി ഓഫീസർമാരും കൃഷി ഉദ്യോഗസ്ഥരും വളരെ കൃഷിയെ സ്നേഹിക്കുന്നവരും എല്ലാ സഹായം ചെയ്തു കൊടുക്കാൻ സന്നദ്ധരുമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യുവ കർഷകർക്ക് അതൊരു വലിയൊരു പ്രതീക്ഷയാണ്. പുതിയ വെറൈറ്റികൾ കൃഷി ചെയ്യാനാണ് ഇനി ആഗ്രഹിക്കുന്നത്. കാലത്തിന്റെ മാറ്റത്തോടൊപ്പം പുതിയ പുതിയ വെറൈറ്റികൾ വരുമ്പോൾ അതുകൂടെ കൃഷി ചെയ്ത് വിപണനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് എന്തെല്ലാം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്? 2010 ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ പൂക്കൃഷിക്കുള്ള എറണാകുളം ജില്ലയിലെ അവാർഡ് അദ്ദേഹത്തിന്റെ ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ കൈകളിൽ നിന്ന് വാങ്ങാനുള്ള വലിയൊരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു. അതിവിടെ വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. ഇനി നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കൃഷിയെ സ്നേഹിക്കുന്ന ആകാശവാണി ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളെ അടുക്കളയിൽ മാത്രം ഒതുക്കി നിർത്തരുത്. അവർക്ക് ഒരുപാട് കഴിവുകളുള്ളവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. പുരുഷന്മാരോട് പറയാനുള്ളത്, സ്ത്രീകളുടെ കഴിവുകളെ നന്നായി പ്രോത്സാഹിപ്പിക്കുക. അവരെല്ലാം നല്ല ഉയരങ്ങളിലെത്തും, പ്രത്യേകിച്ച് കൃഷിയുടെ മേഖലയിൽ. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയാണ് ഇതിന് ഏറ്റവും വലുത്. കൃഷിയിലേക്ക് പുതിയ തലമുറ വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കൊല്ലം ജില്ലയിൽ എനിക്കറിയാവുന്ന വിഷ്ണുരാജ്, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം മാതാപിതാക്കളോടൊപ്പം കൃഷിയുടെ ലോകത്തേക്ക് ഇറങ്ങി നല്ലൊരു വിജയം കൈവരിച്ച വ്യക്തിയാണ്. റിട്ടയർമെന്റ് ലൈഫ് കൃഷിയിലൂടെ സന്തോഷപ്രദമാക്കുന്ന ഒരുപാട് ദമ്പതികളെ കണ്ടിട്ടുണ്ട്. കൃഷിയിലൂടെ ലഭിക്കുന്ന സന്തോഷവും സമാധാനവും അത് വേറെ എവിടെയും ലഭിക്കില്ല. ചെടികളെ വളരെ സ്നേഹത്തോടെ സമീപിക്കുക, അല്ലാതെ ലാഭം നോക്കി മാത്രം കൃഷി ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്കും വേദനയും പരിഭവങ്ങളും ദാരിദ്ര്യവും ഉണ്ടാകും. അതെല്ലാം അറിഞ്ഞ് അവരെ സ്നേഹിക്കുക. നൂറുമേനിയായി അവർ നമുക്ക് തിരിച്ചു നൽകും. അലങ്കാര ചെടി കൃഷി ഇതുവരെ സംസാരിച്ചത് പെരുമ്പാവൂരിലെ സോന ഷെല്ലി.